നല്ല മൂവിയാണ്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. ജീവനിൽ സിനു സിദ്ധാർത്ഥ് നന്നായി ജീവനായിട്ട് ജീവിക്കുകയായിരുന്നു. സൂപ്പർ മൂവി. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. നല്ലൊരു മെസ്സേജ് ആണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പർ പടമാണ്, എല്ലാവരും കാണണം. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഭയങ്കര അഭിനയമായിരുന്നു, ഭയങ്കര ഒരു റിയാലിറ്റി ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവാനും ഒരു നല്ലൊരു ലെസൺ ആയിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല ഒറിജിനൽ ആക്ടിംഗ് ആയിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. നല്ലൊരു ഒരു ഹാലൂസിനേഷനൊക്കെ കറക്റ്റ്, ഒരു ആൽക്കോളിക് ഹാലൂസിനേഷനൊക്കെ അതേമാതിരി എടുത്തിട്ടുണ്ട്. ഒരു റിയാലിറ്റി പോലെ തോന്നുന്നുണ്ട്. ശരിക്കും കൊള്ളാം, നല്ല ഫിലിമാണ്. നല്ല പടം. അവസാനം നമുക്ക് സങ്കടവും വന്നു പോകും. ആ ഒരു സീൻ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നു. നല്ല പടമാണ്. മദ്യപാനത്തിനെതിരായിട്ടുള്ള ഒരു പടമായിട്ട് മദ്യപാനി അവസാന കുടുംബം തകർന്നു കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള ആ സീന് നമുക്ക് കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകും. ആ ഒരു സീന് നല്ല ഒരു കാണണം. കാരണം ഇതെല്ലാവരും കാണണം. ശരിക്കും മദ്യപാനികൾ കണ്ടിരിക്കാൻ, ഒരു കുടുംബം നശിക്കുന്ന രീതിയാണ് അറിയാനുള്ള. നന്നായിട്ടുണ്ട്, സൂപ്പറായിരുന്നു. അത് ഭയങ്കര ഇൻസ്പയറിംഗ് സ്റ്റോറി അല്ലേ ഇപ്പം നടക്കുന്ന ഒരു സംഭവം, ആൾക്കാർക്കൊക്കെ ഇൻസ്പയറിംഗ് ആയിരിക്കും. അടിപൊളിയായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. ഈ ഹാലുസിനേഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ലൈക്ക് ഇപ്പം ബാക്കി സിനിമേഴ്സിലൊക്കെ ലൈക്ക് ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗെസ് ചെയ്തെടുക്കാൻ പറ്റും, പിന്നെ അടുത്ത നെക്സ്റ്റ് വാട്ട്സ് ഗോൺ ഹാപ്പൻ. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമയിൽ ലൈക്ക് ലൈക്ക് ഇറ്റ് വാസ് എ ത്രില്ലിംഗ് മൊമെന്റ്. ലൈക്ക് നമുക്ക് ഓരോ നിമിഷം ഈ അടുത്ത് എന്ത് സംഭവിക്കുന്നത് എന്നുള്ള ഇതിൽ ഇതായിരുന്നു. പിന്നെ ലൈക്ക് ഈ ഇതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അഭിനയമൊക്കെ വരില്ല. ഓഫ്കോഴ്സ് ഇപ്പം ഈ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഒരു ആൽക്കഹോളിക് ഡെലിവറിയും ആയിട്ടുള്ള പേഴ്സൺ എങ്ങനെയാണ് അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അയാൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്ന രീതി എന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഞാനിങ്ങനെ ലൈക്ക് റിയൽ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കിങ്ങനെ കാണാറുണ്ട്, നമ്മൾ ഇൻസിഡൻസ് ഒക്കെ വായിക്കാറുണ്ടല്ലോ. ഇപ്പം ഈ ആൾക്കാർ ഈ ആൽക്കഹോളിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ പലതും കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ലൈക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ലൈക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അപ്പം എക്സ്പെൻസ് മറ്റേ ലാസ്റ്റ് ഫൈനൽ സീലാണ് റിഹാബിലേഷൻ കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അയാളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആ ഒരു സമയത്ത് ഈ ഫാമിലിയും പിന്നെ ഒക്കെ ഇത് തിരിച്ച് പിടിക്കുന്ന സമയത്ത് പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണ ആ സീനാണ് എനിക്കങ്ങ് കണ്ണ് നിറഞ്ഞത്. കാരണം ഏത് നിമിഷത്തിലും ജീവിതത്തിൽ എത്ര ഡൗൺഫോൾ സംഭവിച്ചാലും അച്ഛൻ കൂടെ നിൽക്കുന്ന, അച്ഛനും അമ്മയും മാത്രം കൂടെ ഉള്ളൂ എന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലായി. സോ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ആൾക്കാരുടെ പിന്നെ അവർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അവരുടെ മനസ്സിലും ഇതൊക്കെ ആയിരിക്കും ഇരിക്കാൻ കടന്നു. നമുക്കറിയില്ലല്ലോ, നമ്മളല്ലാണ്ട് പുറത്തു നിന്ന് കാണുന്നതാണല്ലോ. അപ്പൊ അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് ആയിരുന്നിരിക്കാമെന്ന് നമുക്ക് തോന്നും. കുറേ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു കള്ളു കുടിച്ചിട്ടുള്ള ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഞാനൊരു ഡോക്ടറാണ്, അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി ആൽക്കോളിക് പേഷ്യൻസിനെ കാണാറുണ്ട്. പക്ഷെ നമുക്കിപ്പം ഒരു സാധാരണ ഒരാളാണെങ്കിൽ നമുക്ക് ഇത് കാണപ്പോൾ എന്താണ്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലിവറിയം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. എന്ന് പറഞ്ഞാൽ അവർ കാണാത്ത കാണുന്നു, കേൾക്കാത്ത കേൾക്കുന്നു, അത് കറക്റ്റായിട്ട് ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ നല്ലൊരു മെസ്സേജാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതം എങ്ങനെ ഒരു മോളിൽ താഴോട്ട് പോകുന്നു. പല ഇൻസ്റ്റൻസും പല ആൾക്കാരും എനിക്കറിയാമെന്നുള്ളതാണ്. ഇതേമാതിരിയാണ് ജസ്റ്റ് ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ തുടങ്ങിയിട്ട് പിന്നീട് നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ട് അത് അതേമാതിരി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഒരു ജനറേഷൻ പലരും ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി സേക്കിനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു രസത്തിനോ തുടങ്ങുന്ന സംഭവം പിന്നെ അവർക്ക് പറ്റാതാവുന്നു. ഇപ്പം അറിയാം, നമ്മൾ കൊട്ടാരൊക്കെ നമ്മുടെ കൂടെ ഒരു ഡോക്ടറിന് ഒരു കാഷ്വൽ ഒരു സംഭവം നടന്നു. ഇതേമാതിരി ഒരു ആൽക്കഹോളിക് ഹാലൂസിനേഷൻ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ആയിരിക്കാം ആ ഒരു പേടിയേറ്റ്. അതേമാതിരി ഇങ്ങനെ പല സംഭവങ്ങളും ഇത് റിലേറ്റഡ് ആകുന്ന ബേസിക്കിന്റെ ബാക്കിൽ എന്ന് പറയുന്നത് ഇതേമാതിരി ഒരു ആൽക്കഹോളിക് ഹാലൂസിനേഷനും ഡെലിവറിയും എന്നൊക്കെയാണ്. അത് നല്ലൊരു മെസ്സേജാണ് സംഭവം. ഒരു ഫിലിം കാണുന്നത്, അപ്പം സിനിമകളുടെ സിനിമയാണ്. അത് ശരിക്കും അങ്കിളുടെ ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, തീർച്ചയായും ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ച് തീർച്ചയായും ഒരു എന്താ പറയാ, റിയൽ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് കാണുന്ന പോലെ തോന്നും. നന്നായിട്ടുണ്ട്, നല്ല ഹയറാണ്. നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, ഒരു മെസ്സേജ് തന്നെയാണ്.
എല്ലാവർക്കും വേണ്ടിയിട്ട്. കാര്യം നന്നാവാൻ ഒരുപാട് പേര്, ഒത്തിരി പേര് ഇതേപോലുള്ളൊരവസ്ഥയിലാണ്. ഒരുപാട് ഫാമിലികൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു മെസ്സേജ് തന്നെയാണിത്. അത് എഡ്യൂക്കേഷണൽ മൂവിയായിരുന്നു. അത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജും ഒരുപാട്, അത് പോയറ്റിക് ടൈപ്പ് ആയിരുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു നല്ല ഹൈലി ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. ഈ കറൻ്റ്ലി ഉള്ള ഈ ജനറേഷൻ കൂടുതലും ഈ കണക്കുള്ള അഡിക്ഷൻസും കാര്യങ്ങളും ഒരുപാട് കൺട്രോൾ വിട്ട് പോകുന്ന ടൈമാണ്. അപ്പം ഇങ്ങനത്തെ മൂവീസൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്.